എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതും എന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതുമായിട്ടുള്ള ഒരു ദിവസമാണ് ഫ്രൈഡേ എന്ന് പറയുന്നത്. ഏറ്റവും തിരക്കുള്ള ദിവസം. എന്നാൽ ഫ്രൈഡേ കഴിഞ്ഞ് 2 ദിവസം അവധിയാണല്ലോ എന്നുള്ള സന്തോഷം വേറെയും. അപ്പം ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. ഇന്ന് നമ്മുടെ വീക്കെൻഡ് തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ അത് രാവിലെ ഓഫീസിൽ പോവാണ്. കുറച്ച് ഡഫോഡിൽസൊക്കെ അവിടെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി. ഫോട്ടോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ രാവിലെ നമ്മൾ കീയൊക്കെ ഇട്ട് നമ്മൾ ഓഫീസിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്ലോക്ക് ഇൻ ചെയ്യാം, ജോലിക്ക് പോവാം. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ നേരത്തെ ആയിരുന്നു വന്നത്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ക്യാൻറ്റീനിൽ പോയി ഇന്നോടെ ഞാൻ നന്നാവാൻ തീരുമാനിച്ചിട്ടോ. ഇന്നോടെ ഞാൻ ഡയറ്റിലാണ്. ഡയറ്റൊന്നുമല്ല, ഫുഡ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് രാവിലെ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ കഴിച്ചു. ഇടയ്ക്ക് ഞാൻ ക്യാൻറ്റീനിൽ പോയപ്പം ഇന്ന് നമുക്ക് ഈ ഒരു വീക്ക് ഡൈവേഴ്സിറ്റി വീക്ക് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വിയറ്റ്നാമീസ് ഫുഡായിരുന്നു ക്യാൻറ്റീനിൽ. നമ്മളതൊന്നും കഴിച്ചില്ല. ഞാൻ കുറച്ച് വെള്ളം എടുക്കാനായിട്ട് പോയതാണ്. അപ്പം വെള്ളം എടുക്കാൻ പോയപ്പം ഇതും ഒരു പുതിയൊരു ശീലമാണ്. നമ്മുടെ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കാനായിട്ട് തുടങ്ങി. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റോടെയാണ്. ഉച്ചയായപ്പോഴത്തേക്കിന് എൻ്റെ ഒരു പതിവ് ഇങ്ങനെയായി. രാവിലെ നല്ല സുന്ദരിക്കായിട്ട് പോയതാണ്. ഉച്ചയായപ്പോഴത്തേക്കിന് തലയ്ക്ക് വട്ട് പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുടിയൊക്കെ ഒരുമാതിരിയാക്കി വെച്ചു. എനിക്ക് വൈകുന്നേരം ഒരു കോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 5:30 ആയപ്പോഴത്തേക്കിന് എൻ്റെ ഒരു സന്തോഷമാണിത്. അപ്പോൾ ടീമിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ക്ലോക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യുദ്ധം ഇവിടെ കൊണ്ട് അവസാനിച്ചു. ഇതിൻ്റെ ഇരട്ടി വർക്കായിരിക്കും ഇനി തിങ്കളാഴ്ച ജോലിക്ക് ചെല്ലുമ്പോഴത്തേക്കിന്. എന്തായാലും അതിനെ പറ്റിയിട്ടൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു. നല്ലൊരു അടിപൊളി എന്താ പറയുക, ഒരു ക്ലൈമറ്റാണ്. തണുപ്പൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ചെറിയ ചൂടൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വീക്കെൻഡ് അതിൻ്റെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡിസ്ട്രിക്ട് ലൈനൊക്കെ എടുത്തിട്ട് നമ്മൾ ട്രെയിനിൽ കയറിയപ്പോൾ ഇതാരപ്പാ നോക്ക്, ആഹാ, ഇത് നാട്ടിലൊക്കെ ഓടി നടക്കുന്ന പൂച്ചയാണല്ലോ. കഥ പറഞ്ഞ് വീട്ടിലെത്തി. അപ്പം അങ്ങനെ ഇനി 2 ദിവസം അവധിയാണ്. ഇനി 2 ദിവസം ഫുൾ നമുക്ക് റെസ്റ്റാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട.